അഭിമാനം മിക്കവാറും ആളുകൾ പിന്നീട് അതിന്റെ പിൻതലമുറ അതിനെതിരായി അവർക്ക് പറഞ്ഞതിനെതിരായി ജീവിച്ച ചരിത്രമാണ് ഉള്ളത്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അദ്ദേഹത്തെ പരലോകത്താക്കുന്ന വിചാരണ സ്വർഗ്ഗവും മഹിമയും 114 അധ്യായത്തിൽ ഉണ്ട്. മറിയമിന്റെ മകൻ ഈസ എന്നെയും എന്റെ ഉമ്മയെയും നിങ്ങൾ അല്ലാഹുവിന് പുറമെ ആരാധിക്കണം എന്ന് നീ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിന്റെ മറുപടി വളരെ വ്യക്തമാണ്. സുബ്ഹാനക റബ്ബേ, നീ പരിശുദ്ധനാണ്. മാ യഖൂലു ലീ അൻ അഖൂല ഇല്ലാ മാ ലൈസ ബിലി ബിഹഖ്. എനിക്ക് അവകാശമില്ലാത്ത ഒരു കാര്യം പറയാൻ, എനിക്ക് സത്യമല്ലാത്ത, എനിക്ക് അവകാശമില്ലാത്ത ഒരു കാര്യം ഞാൻ പറയുകയില്ല, എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കറിയോ? എന്റെ മനസ്സിലുള്ളത് നിനക്കറിയാം. നിന്റെ മനസ്സിലുള്ളത് എനിക്കറിയില്ല. നീ എല്ലാ ദൈവവും അറിയുന്നവരാണ്. നമ്മുടെ നാട്ടിൽ പ്രചാരത്തിൽ ഉള്ളത് ശിവകുമാര്, വലിയമാര്, അമ്മമാര്, ദീദികൾ ഒക്കെ അള്ളാഹുവിന്റെ എല്ലാ കാര്യങ്ങളും അറിയും എന്നാണ്. എന്ന് പറഞ്ഞ് പാട്ടുകളിൽ കാണുന്ന കാര്യങ്ങൾ എത്ര കടലിൽ എത്ര ജനമായതുകൊണ്ട് അതെനിക്കറിയാം. അതുപോലെ എത്ര മത്സരികളുണ്ട് അതെനിക്കറിയാം. അള്ളാഹുവിന് എത്ര അറിവുണ്ടെന്നും എനിക്കറിയാം. എന്ന് മാത്രമല്ല അതിന്റെ അക്ഷരങ്ങൾ വരെ എനിക്ക് അറിയാം എന്ന് പറഞ്ഞ് അള്ളാഹു ആണ് ഔലിയ. ഇന്ന ഔലിയ അള്ളാഹുവാണ് എന്ന് പറയുന്നിടത്തേക്ക് ഈസാ നബി അലൈഹിസ്സലാം പറയുന്നത് നിന്റെ മനസ്സിൽ നിന്നാണ് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാണ്. എന്നാൽ അള്ളാഹുവിന്റെ എല്ലാ അറിവും എനിക്കറിയാം എന്ന് പറയുന്നിടത്തേക്ക് ആരാധകന്മാരെന്ന് പറയാൻ പറ്റുന്ന ഇസ്തിഹാസ ചെയ്യുന്ന ആൾക്കാരെത്തി അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ ചില ആളുകളും പറയുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ സജീവമായി അതിന് വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ കൊടുക്കാൻ സമയം കണ്ടെത്തണം. അവരോടുള്ള സ്നേഹവും ബഹുമാനവും മനസ്സിലും അതിനുവേണ്ടി ഉപയോഗിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് വെള്ളിയാഴ്ച ജുമഅത്ത് അവരെ ഓരോരുത്തരെയും ഒന്ന് ക്ഷണിച്ചാൽ ഓരോ വെള്ളിയാഴ്ചയും കുറച്ച് ആൾക്കാരെ ക്ഷണിക്കുന്ന സംവിധാനത്തിലേക്ക് നമ്മൾ എത്തിയാൽ, സഹോദരിമാരെ മസ്ജിദിലേക്ക് ക്ഷണിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ ഒരുപാട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഇന്നലെ ഒരു ആളോട് സഹോദരി വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? അപ്പോ നമുക്ക് പറയാനുള്ള മറുപടി മക്കയിലും മദീനയിലും ഒക്കെ സഹോദരിമാരുണ്ടോ? ഉണ്ട്. വീഡിയോ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അവിടെ സ്ത്രീകളുണ്ടോ? ഉണ്ട്. എന്നാൽ അവിടെ ഉള്ളതുപോലെ നമ്മുടെ നാട്ടിൽ സെലഫി മസ്ജിദുകളുണ്ട്. പോയാൽ അതിന്റെ കൂലി കിട്ടും. അപ്പൊ അവസാനം ചോദിച്ചാൽ എല്ലാ ആഴ്ച ഇങ്ങനെ അതിന്റെ കൂലി കിട്ടും അല്ലേ? കാരണം അതിന് അല്ലെങ്കിൽ അഞ്ചുമാസം അപ്പോ തീർച്ചയായും മഹത്തായ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രോഗികൾക്കെല്ലാം അള്ളാഹു ദേശിക്കട്ടെ. മരിച്ചുപോയ വിശ്വാസികൾക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة
وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم.